വിശുദ്ധ കാർലോ അക്യൂട്ടിസ് പ്രത്യക്ഷപ്പെട്ട് വീണ്ടും താൻ അമ്മയാകുമെന്ന് തന്നോട് പറഞ്ഞതായി വെളിപ്പെടുത്തി അമ്മ അൻഡ്രോണിയ സൽസാനോ. മരിക്കുന്നതുവരെ കാർലോയ്ക്ക് സഹോദരങ്ങൾ ഉണ്ടായിരുന്നില്ല. കാർലോയുടെ മരണശേഷം താൻ അതീവ ദുഃഖിതയായിരുന്നുവെന്നും അമ്മ പറയുന്നു. ഇനി കുട്ടികൾ ഉണ്ടാകില്ലെന്നായിരുന്നു താൻ വിചാരിച്ചിരുന്നത്, അതോർത്ത് എപ്പോഴും സങ്കടപ്പെടുവായിരുന്നുവെന്നും അൻഡ്രോണിയ സൽസാനോ വ്യക്തമാക്കി. എന്നാൽ ഒരു ദിവസം വിശുദ്ധ കാർലോ അക്യൂട്ടിസ് സ്വപ്നത്തിൽ വന്ന് താൻ വീണ്ടും അമ്മയാകുമെന്ന് പറഞ്ഞതായും അമ്മ അൻഡ്രോണിയ സൽസാനോ പറയുന്നു. എന്നാൽ സ്വപ്നത്തിന് തൊട്ടു പിന്നാലെ അസാധ്യമെന്ന് കരുതിയ അൻഡ്രോണിയ ഗർഭിണിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. 2006 ഒക്ടോബർ 12-നായിരുന്നു കാർലോ സ്വർഗത്തിലേക്ക് യാത്രയായത്. കാർലോ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട് കൃത്യം 4 വർഷം കഴിഞ്ഞപ്പോൾ 2010 ഒക്ടോബർ 12-നാണ് അമ്മ അന്റോണിയ സൽസാനയ്ക്കും ഭർത്താവ് ആൻഡ്രിയയ്ക്കും ഇരട്ട കുഞ്ഞുങ്ങളെ ലഭിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. കാർലോയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ പിതാവ് ആൻഡ്രിയ അക്യൂട്ടിസ്, അമ്മ അന്റോണിയ സൽസാനോ, സഹോദരി അന്റോണിയ അക്യൂട്ടിസ്, ഇളയ സഹോദരൻ മിഷേൽ അക്യൂട്ടിസ് എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും മുൻനിരയിൽ തന്നെ സന്നിഹിതരായിരുന്നു. നാമകരണ തിരുക്കർമ്മങ്ങളിൽ ഇളയ സഹോദരൻ മിഷേലാണ് ആദ്യ വായന നടത്തിയത്. വിശുദ്ധ കാർലോയുടെ ഇരട്ട സഹോദരങ്ങളായിരുന്നു മാധ്യമങ്ങളുടെ മുഖ്യ ശ്രദ്ധാകേന്ദ്രം. തങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ സ്വന്തം സഹോദരൻ ഒരു വിശുദ്ധനായി ഉയർത്തപ്പെടുക എന്ന അത്യപൂർവ ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചത്.